Next is accessing data from data frame using lock and ilock method or indexing using labels. Do you remember lock and ilock methods in series? നമ്മൾ പഠിച്ചില്ലേ ലോക്ക് മെത്തേഡും ഐലോക്ക് മെത്തേഡും. വാട്ട് ഈസ് ലോക്ക് മെത്തേഡ്? Lock method is label based, which means that we have to specify rows and columns based on their row and column labels. അപ്പോൾ റോയും കോളവും നമ്മൾ സ്പെസിഫൈ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ റോയിൻ്റെ ലേബലോ അല്ലെങ്കിൽ കോളം ലേബലായിട്ടേ കൊടുക്കാൻ പറ്റുള്ളൂ ഇൻ ലോക്ക് മെത്തേഡ്. ഐലോക്ക് മെത്തേഡ് ഈസ് ഇൻഡിജർ ഇൻഡെക്സ് ബേസ്ഡ്. അവിടെ വി ഹാവ് ടു സ്പെസിഫൈ റോസ് ആൻഡ് കോളംസ് ബൈ ദെയർ ഇൻഡിജർ ഇൻഡെക്സ്. Okay, so let us see how this lock and ilock methods work on data frames. Pandas provide lock and ilock methods to access the subset from a data frame using row or column. Subset പറഞ്ഞാൽ ഒരു ചെറിയ പോർഷൻ ഓഫ് വാല്യൂസ് നമുക്ക് ആക്സസ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, ഫസ്റ്റ് വി വിൽ സി ലോക്ക് മെത്തേഡ്. Accessing the data frame through lock method. Lock method is used to access group of rows and columns. Let us see the syntax. Data frame name dot lock in square bracket start row colon end row comma start column colon end column bracket close. It has to be noted that if we pass colon in row or column part, then pandas provide the entire row or column respectively. ഇപ്പോൾ റോ ആണ് കോളമിൻ്റെ ഇടയ്ക്ക് നമ്മൾ ഈ കോളൻ കൊടുത്തു കഴിഞ്ഞാൽ ആ എൻ്റെയർ റോ അല്ലെങ്കിൽ എൻ്റെയർ കോളമാണ് നമുക്ക് തരിക. ഓക്കെ, ലെറ്റ് us see the example. See, here we are importing pandas as PD and we are creating a dictionary. And ഡിക്ഷണറിയുടെ വാല്യൂ ആയിട്ട് കൊടുക്കുന്നത് നമ്മൾ വീണ്ടും അഗെയിൻ ഒരു ഡിക്ഷണറിയാണ്. ഓക്കെ, സോ TCS ഇൻ ഡിക്ഷണറി Q1 വാല്യൂ, Q2, Q3, Q4 ലൈക്ക് ദാറ്റ്. നമുക്കിവിടെ 3 ഡിക്ഷണറി സബ് ഡിക്ഷണറീസ് ഉണ്ട്. ഓക്കെ, നമുക്ക് നോക്കാം. ഡേറ്റ ഫ്രെയിം ക്രിയേറ്റ് ചെയ്യാണ്. വി ആർ ക്രിയേറ്റിംഗ് ദ ഡേറ്റ ഫ്രെയിം from that dictionary. Look at the print statement in line 9. Print df dot lock qtr3 comma colon. അപ്പോൾ നമ്മൾ ഈ കോളം ലേബൽ കൊടുക്കുന്ന സ്ഥലത്ത് അല്ലെങ്കിൽ സ്റ്റാർട്ട് കോളം എൻഡ് കോളം എന്ന് കൊടുക്കണം, അവിടെ സിംപ്ലി ഒരു കോളൻ മാത്രമേ കൊടുത്തുള്ളൂ. അതിനർത്ഥം എന്താ? Q3 എന്നുള്ള റോയിലുള്ളതും എന്നാൽ എല്ലാ കോളത്തിലും ഉള്ള വാല്യൂസ് നമുക്ക് ഡിസ്പ്ലേ ചെയ്ത് തരും. ഔട്ട്പുട്ട് കണ്ടറിയാൻ പറ്റും. ഇറ്റ് ഈസ് ടു ആക്സസ് എ സിംഗിൾ റോ വാല്യൂ ഇൻ ദ എൻറ്റയർ കോളംസ്. ഓക്കെ, അതായത് Q3 കോളത്തിലെ Q3 റോയിലെ എല്ലാ കോളത്തിലെയും വാല്യൂസ് നമുക്ക് കാണിച്ചു തരും. Q3 TCSൻ്റെ വാല്യൂ, Q3 വിപ്രോയുടെ വാല്യൂ, Q3 LNTയുടെ വാല്യൂ. ഓക്കെ, അപ്പോൾ ഇവിടെ റോയുടെ പേര് Q3. ദെൻ പ്രിൻറ്റ് സ്റ്റേറ്റ്മെൻറ്റ് ഇൻ 10th ലൈൻ പ്രിൻറ്റ് df ഡോട്ട് ലോക്ക് Q1 കോളൻ Q3 കോമ കോളൻ. അപ്പോൾ ഇവിടെ റോ സ്റ്റാർട്ട് റോയും എൻഡ് റോയും കൊടുത്തിട്ടുണ്ട്, എന്നാൽ കോളം സ്പെസിഫൈ ചെയ്തിട്ടില്ല, വെറുതെ കോളനേ കൊടുത്തിട്ടുള്ളൂ. അതിനർത്ഥം എന്താ? നമുക്ക് എൻ്റയർ കോളം ഡിസ്പ്ലേ ചെയ്യിക്കും. Q1 മുതൽക്ക് Q3 വരെയുള്ള റോസിലുള്ള എല്ലാ വാല്യൂസും നമുക്ക് ഡിസ്പ്ലേ ചെയ്യും. അപ്പോൾ റോസ് Q1, Q2, Q3 എൻ്റയർ കോളം വാല്യൂസ് നമുക്ക് ഡിസ്പ്ലേ ചെയ്ത് തരും. അപ്പോൾ ദിസ് ഈസ് ടു ആക്സസ് മൾട്ടിപ്പിൾ റോസ് Q1 to Q3. നെക്സ്റ്റ് എക്സാമ്പിൾ നോക്കാം. ഈ എക്സാമ്പിളിൽ വി ആർ accessing single column and multiple columns. Look at the print statement. Print df entire values in data frame display ചെയ്യിക്കാൻ
then print statement in 9th line, print df.log colon comma tcs. അപ്പോൾ റോയുടെ സൈഡിൽ വെറുതെ കോളൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എല്ലാ റോസും കാണിച്ചു തരും TCS കോളത്തിൽ. അപ്പോൾ ഔട്ട്പുട്ട് നോക്കൂ, എല്ലാ റോ വാല്യൂസും പക്ഷേ TCS കോളത്തിലെ എല്ലാ വാല്യൂസും നമുക്ക് ഡിസ്പ്ലേ ചെയ്ത് തരും. ദെൻ പ്രിൻറ്റ് df.log കോളൻ കൊമ TCS കോളൻ വിപ്രോ. അപ്പോൾ അവിടെ TCSും വിപ്രോവും കോളംസിലുള്ള എല്ലാ വാല്യൂസും നമുക്ക് കാണിച്ചു തരും. റോസ് എൻറ്റയർ റോസ് ആണ് അല്ലേ. അപ്പോൾ റോ സ്പെസിഫൈ ചെയ്യാത്തതുകൊണ്ട് നോട്ട് എ പെർട്ടിക്കുലർ റോ, എല്ലാ റോസിലത്തെയും ഈ 2 കോളത്തിലുള്ള വാല്യൂസ് നമുക്ക് ഡിസ്പ്ലേ ചെയ്തു തരും. ഇവിടെ കോളം ലേബൽ TCS കാണിച്ചിരിക്കുന്നു. കോളം ലേബൽ TCSും വിപ്രോയും കാണിച്ചിരിക്കുന്നു. ഓക്കെ, നേരത്തെ കോളം ലേബൽ TCS മാത്രം കാണിച്ചിരിക്കുന്നു. ഓക്കെ, ആൻഡ് നെക്സ്റ്റ് എക്സാമ്പിൾ നോക്കാം നമുക്ക്. ഹിയർ വി ആർ പാസിങ് ഇൻഡെക്സ് വാല്യൂസ്. റോയുടെ ഇൻഡെക്സ് വാല്യൂസ് ആണ് ലോഗ് മെത്തേഡിലേക്ക് പാസ് ചെയ്യുന്നത്. വി ആർ യൂസിങ് ദ സെയിം ഡിക്ഷണറി EMP ഡേറ്റ ഇൻ ദ സെലക്ട് ഓപ്പറേഷൻ ഇൻ ഡേറ്റ ഫ്രെയിം അല്ലേ. സെലക്ട് ഓപ്പറേഷൻ പഠിച്ചപ്പോൾ കണ്ട അതേ ഡിക്ഷണറിയാണ് നമ്മളിവിടെ യൂസ് ചെയ്യുന്നത്. EMP ഡേറ്റ, EMP ID അവിടെ നെയിം ഉണ്ട്, ഡേറ്റ് ഓഫ് ജോയിനിങ് ഉണ്ട്. ആൻഡ് വി ആർ ക്രിയേറ്റിംഗ് DF ഡേറ്റ ഫ്രെയിം ആൻഡ് പ്രിൻറ്റ് സ്റ്റേറ്റ്മെൻറ്റ് പ്രിൻറ്റ് DF പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ ഡേറ്റ ഫ്രെയിമിൽ എല്ലാ വാല്യൂസും പ്രിൻറ്റ് ചെയ്യും. ദെൻ പ്രിൻറ്റ് df.log സിംപ്ലി സ്ക്വയർ ബ്രാക്കറ്റിൽ 0 എന്ന് കൊടുത്തു കഴിഞ്ഞാൽ എന്ത് വരും, ആ പെർട്ടിക്കുലർ റോയിലുള്ള, അതായത് ഫസ്റ്റ് റോയിലുള്ള വാല്യൂസ് നമുക്ക് ഡിസ്പ്ലേ ചെയ്തു തരും. ഫസ്റ്റ് റോയിൽ EMP ID, ഫസ്റ്റ് റോയിൽ നെയിം, ഫസ്റ്റ് റോയിൽ ഡേറ്റ് ഓഫ് ജോയിനിങ് 101 സച്ചിൻ 12/1/2012. ഓക്കെ, അവിടെ റോയുടെ പേര് 0, റോയുടെ ഇൻഡെക്സ് എത്രയാണ് 0 ആണ്. അതുകൊണ്ടാണ് നെയിം =0 പറഞ്ഞത്. ഡേറ്റ ടൈപ്പ് ഒബ്ജക്റ്റ് ഏതാണ് ഇവിടെ, നമ്മളെങ്ങനെ ഡേറ്റ ഫ്രെയിം ഉണ്ടാക്കിയത്, യൂസിങ് എ ഡിക്ഷണറി ഒബ്ജക്റ്റ്. ഓക്കെ, ആൻഡ് നെക്സ്റ്റ് പ്രിൻറ്റ് സ്റ്റേറ്റ്മെൻറ്റ് ഇൻ ലൈൻ നമ്പർ 8 df.log 0 to 2. അപ്പോൾ നമുക്ക് 0 മുതൽക്ക് 2 വരെയുള്ള 3 റോസിലത്തെ വാല്യൂസ് നമുക്ക് കാണിച്ചു തരും. 0th ഇൻഡെക്സ്, ഫസ്റ്റ് ഇൻഡെക്സ്, സെക്കൻഡ് ഇൻഡെക്സ്. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ ജസ്റ്റ് ലോക്കിലേക്ക് ഇൻഡെക്സ് വാല്യൂസ് മാത്രമേ പാസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. റോ ഇൻഡെക്സ് നമ്മൾ അങ്ങോട്ട് പാസ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ക്ലിയർ?